കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക തെളിവ് കിട്ടിയെന്ന സൂചന. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചയാളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന. വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻമാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. മുഹമ്മദ് അസ്ലം ചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, നിർണായകമായ തെളിവുകൾ കിട്ടിയെന്നുള്ള വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിനുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു തുമ്പിലേക്ക് എത്തിയത്? കാഫിർ സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചു എന്ന നിർണായകമായ ഒരു വിവരത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി വന്നതായി പോലീസ് കരുതുന്ന വടകര സ്ക്വാഡ് ഗ്രൂപ്പിലെ അഡ്മിന്മാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. 5 പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ആ വിവരങ്ങൾ ക്രോഡീകരിച്ച് അതിൽ നിന്നുള്ള സൂചനകളിലൂടെ മറ്റ് അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന ഘട്ടത്തിലേക്ക് എത്തിയതാണ് ലഭിക്കുന്ന സൂചന. SIT സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആരാണ് എന്താണെന്ന കാര്യത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല. അതേസമയം അത് സംബന്ധിച്ചുള്ള തെളിവ് ശേഖരിക്കാനും അനുബന്ധ തെളിവുകൾ കൂടി ശേഖരിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ്, അന്തിമഘട്ടത്തിലാണ് അന്വേഷണം എന്നുള്ള സൂചനയാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഇത് ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതുവരെയുള്ള റെഡ് എൻകൗണ്ടർ, റെഡ് ബറ്റാലിയൻ തുടങ്ങി അതിനപ്പുറത്തേക്ക് കടത്തനാട്ട് സഖാക്കൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ ബാവുപ്പാറ സഖാക്കൾ എന്ന് പറയുന്ന FB പേജിലും ആദ്യഘട്ടത്തിൽ തന്നെ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്ന അതേ ഘട്ടത്തിൽ തന്നെ അതേ സമയങ്ങളിൽ തന്നെ ഇതൊക്കെ അതിനോട് അടുത്ത സമയങ്ങളിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ 2 ഗ്രൂപ്പിലും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കടത്തനാട്ട് സഖാക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ബാവുപ്പാറ സഖാക്കൾ എന്ന് പറയുന്ന FB പേജിലും വന്നിരുന്ന വിവരം കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു ചേർന്നത്. അതായത് വടകര സ്ക്വാഡാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് മനസ്സിലാക്കി അതിൻ്റെ അഡ്മിന്മാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ നിന്ന് കൃത്യമായ വിവരം കിട്ടിയത്. അതിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചു എന്നൊരു നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിയെന്ന് വേണം പറയാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ നിന്നാണ് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും FB ഗ്രൂപ്പിലും ആദ്യഘട്ടത്തിൽ വന്നെന്നും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും ഇതിൽ പങ്കുണ്ടെന്ന സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ടിൽ നിർണായകമായ തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മുഹമ്മദ് അസ്ലാണ് വിശദാംശങ്ങൾ നൽകിയത്.